അപ്പോൾ നമ്മങ്ങനെ കുറേ നാൾ കൂടി കമ്പനിലേക്ക് പോകുമ്പോൾ ഇന്ന് പുതുപ്പള്ളിയിലേക്ക് 2 വണ്ടി ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കണ്ടെയ്നർ കയറ്റാൻ വേണ്ടി വന്നേക്കണ്. അപ്പോൾ വേറെ വണ്ടിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ പുറകിൽ എത്തിയാൽ മതി. അപ്പോൾ വല്ലാർപാടത്തു നിന്ന് ഇപ്പോൾ വണ്ടി എടുക്കുകയാണ്. എന്നിട്ട് കളമശ്ശേരി ചേരാലൂർ അവിടുത്തെ ഒരു യാർഡില്ല, കളമശ്ശേരില്ല, ചേരാലൂർ ഒരു യാർഡുണ്ട് MCL. ആ MCL യാർഡിൽ നിന്നാണ് കണ്ടെയ്നർ കയറ്റിട്ടത്. അപ്പോൾ നമ്മൾ പഴയ പുലിക്കൂട്ടനായിട്ട് ഇന്ന് പൊളിക്കാൻ പോണേ. അപ്പോൾ നമുക്ക് കണ്ടെയ്നർ കയറ്റാനുള്ളത് ഇവിടെ ചേരാലൂരിൽ നിന്ന് റൈറ്റിലേക്ക് കഴിഞ്ഞിട്ട് ഇതിൽ അവിടെ പള്ളിയുടെ അപ്പുറത്തെ സൈഡിൽ കാണുന്നത് യാർഡ് MCL യാർഡ്. ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഓടിച്ച് പോരാ. വണ്ടി അങ്ങോട്ട് പോകണതിൻ്റെ അവിടെ ബ്ലോക്കൊന്നും കാണാം. വേറെ വണ്ടി തിരക്കില്ല. കണ്ടെയ്നർ വണ്ടിയാണെങ്കിലും റോട്ടിൽ വണ്ടിയൊന്നും കാണാനില്ല. യാർഡിൽ കണ്ടെയ്നർ കയറ്റുക, കണ്ടെയ്നർ നമ്പറും സീൽ നമ്പറും പെട്ടെന്ന് കൊടുക്കണം. 1 മണിക്ക് മുമ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടെയ്നർ തിരിച്ചെടുത്ത് ഇറക്കാനായിട്ടുള്ള എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കണ്ടെയ്നർ നമ്പർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കൊടുക്കുക എന്തായാലും. കണ്ടെയ്നറിനകത്തൊരു കട്ടും കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ. അതേപോലെ നല്ല ചുള കാണുന്നില്ല. തൊളടകത്തേക്ക് ഇതൊക്കെ തേച്ച് വെച്ചായിരുന്നു. ഇവിടെ ടാർ ഷീറ്റ് ഒട്ടിച്ച് വെച്ചായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇതെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ്, സർവേ ഇല്ല, ഒന്നുമില്ല. ഈ ലൈനിൽ ഞാൻ എടുക്കാൻ വേണ്ടി വന്ന ലൈനിൽ ഈ കണ്ടെയ്നർ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഇത് ശരിയാക്കി എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതിനുവേണ്ടി പണിക്കാർ വെൽഡിങ് മെഷീനൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ പണി നടത്തിക്കൊണ്ടിരിക്കണേ മുകളിൽ വെൽഡിങ്. കണ്ടെയ്നറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കണ്ടെയ്നർ കയറ്റാൻ വേണ്ടി പോയി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 100 പിടിപ്പിക്കണം. ഇപ്പോൾ സമയം 1:15. 3:30 അവിടെ കൊടുക്കാതെ പറഞ്ഞേക്കണത്. ചാമ്പി വിട്ടാലേ ഇവിടെ 3:30 എത്തുള്ളൂ. എന്തേലും വേണ്ടേ. അങ്ങനെ യാടിയിൽ നിന്നൊക്കെ പുറത്തോട്ടിറങ്ങി ലൈനിലേക്ക് വണ്ടി കയറി. ഇപ്പോൾ കുറേ നാളായിട്ട് വല്ലാർപാടത്തേക്ക് കോട്ടയം റൂട്ടിലേക്ക് പോയിട്ടില്ല. ഒരു മാസവും എന്തോ 20 ദിവസമായിട്ട് എന്ന് തോന്നുന്നു ഞാൻ ആ വല്ലാർപാട കോട്ടയം പണി എടുത്തിട്ട്. ഇതാണെങ്കിൽ ഒപ്പം കൂടിയ വണ്ടിയും കൂടിയാണ്.
കോട്ടയം പുതുപ്പള്ളിയിലോട്ട് പോകുന്നത് അവിടെ ലൈനൊക്കെ താന്നിടക്കണം പൊങ്ങിയിരിക്കണം അദ്ദേഹത്തിനറിയാം. കുറേ ദിവസമായി പുതുപ്പള്ളിയിലോട്ടൊക്കെ വണ്ടിയായിട്ട് പോയിട്ട്. പിന്നെ ഇപ്പോൾ നോക്കാം എന്താവുന്നു. എടപ്പള്ളി വിറപ്പിച്ചില്ല, നല്ല ബ്ലോക്ക് ഉണ്ട് എന്തായാലും. ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണ ആൾക്കാരുകളല്ല, വലിയ വണ്ടി കുറവാണ്, എല്ലാം കാറ്. ലുലുവിലോട്ട് ഇതിൻ്റെ അടക്കുന്ന എവിടെ എന്നുണ്ടെങ്കിലും ഒരു കുറച്ച് വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക്. അപ്പോൾ ലുലുവിലോട്ട് കയറാനുള്ള ഗേറ്റ് അവിടെ ബ്ലോക്ക് ഉണ്ടാവും. ഇപ്പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും ഒരു വഴി ആ ലുലുവിലോട്ട് ഒപ്പിക്കാനുള്ള വല്ല ഏർപ്പാടും ചെയ്തിട്ടും കഴിയുക. ഇവിടെയൊക്കെ വീതി കൂടി കഴിയുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവില്ല, എന്നാലും റോഡിന് വേണ്ടി സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ പിന്നെ ഈ റൈറ്റ് സൈഡ് 2 ട്രാക്ക് ഫ്രീ ആയിട്ട് കിടക്കും. ലെഫ്റ്റ് സൈഡ് എന്തായാലും ലുലുവിലൊക്കെയുള്ള ട്രാക്കായിട്ട് കൊടുക്കും. ഇപ്പോൾ രണ്ടാമത്തെ സിഗ്നലിനും പാസ്സാകാൻ പറ്റില്ല. ഒരു 5-6 വണ്ടി കൂടി കഴിഞ്ഞ് പാസ്സായിച്ചെങ്കിൽ രണ്ടാമത്തെ സിഗ്നലിൽ നിന്നും പാസ്സായി പോകുന്നത്. സമയം 1:28 2:28 3:28 2 മണിക്കൂറുണ്ട് പുതുപ്പള്ളി എത്താനായിട്ട്. എത്തിയാൽ പറയത്തി അവിടെ ഇട്ടിട്ട് വരാണ്ടിരുത്താൽ മതിയായിരുന്നു. എന്തായാലും സ്റ്റഫ് ചെയ്ത് വിടുമെന്നൊക്കെയാണ് പറഞ്ഞത്. നാളത്തേക്ക് വേറെ പണിയുണ്ട്, അപ്പോൾ സ്റ്റഫ് ചെയ്ത് വിടുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് നോക്കാം. ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയം പോർട്ടിലേക്ക് ഇത് ചുമന്നിട്ട് പോകണ്ട, നേരെ അവിടെ നിന്ന് വല്ലാറോടത്തേക്ക് പോരാ. കഴിഞ്ഞ ദിവസം ഒരു വണ്ടിയായിട്ട് തിരുവനന്തപുരത്ത് തിരിച്ചു വന്നപ്പോൾ ലൈൻ ട്രാഫിക്കിനൊന്നും പറഞ്ഞിട്ട് പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വിളിച്ചൊന്നുമില്ല. അവർ പറഞ്ഞ് വിളിക്കാൻ നേരത്ത് കൊണ്ട് ഫൈൻ അടക്കണമെന്ന് പറഞ്ഞേക്കണത്. അവിടെ ലെഫ്റ്റ് പിടിച്ച് തന്നെ അങ്ങോട്ട് പതുക്കെ പോവാം. പിള്ളേരൊക്കെ കർണാടക വണ്ടിയാണ് പോണത്. അവന്മാർക്കൊന്നും എയറോണും കുഴപ്പമില്ല, ലൈൻ ട്രാഫിക് ഇല്ല, ഒന്നുമില്ല. നമ്മുടെ നാട്ടുകാരന് ഓർഡർ ചേർന്നത് അയാളെ കണ്ടില്ല തന്നെ. മാത്രം മിനി ബൈപ്പാസിലോട്ട് ഈ ലൈനും കൂടി ഒന്ന് ഇവിടുത്തെ ആ ഒരു തിരക്കും വളവുമെല്ലാം കഴിഞ്ഞ് പിന്നെ ആ ലൈനിലേക്കൊന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം സ്പീഡിൽ പോകാൻ വേണ്ടി. അതുവരെ ഇങ്ങനെ വണ്ടികളുടെ ബാക്കിൽ കിടന്ന് ഇവിടേക്ക് ഇനി എന്നാണ് വികസിക്കാൻ പോകണമെന്നൊക്കെ. ആ വടക്കോട്ടുള്ള റൂട്ടിൽ എല്ലായിടത്തും റോഡ് പണി നടക്കണേ. റോഡ് പണി പോയിട്ട് പരിസരത്ത് പോലും വന്നിട്ടില്ല ഇവിടെ. വികസനറിയാം. കോട്ടയം എറണാകുളം വഴി എന്ത് സുഖമാണ് ഇവിടേക്കൊന്ന് വികസിപ്പിച്ചത്. അല്ലെങ്കിൽ കുറച്ച് സ്ഥലം എടുത്തിട്ടൊന്ന് വീതി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓവർടേക്ക് പോകാനുള്ളൊരു ഗ്യാപ്പെങ്കിലും കിട്ടും. ഇത് ഇവിടെ കൂടി പോണ അണ്ടനെ അടകോടൻ്റെയും സൈക്കിളും ചെമ്മാനും ചെമ്പൂത്തി എല്ലാവരുടെയും ബാക്കിൽ വലിയ വണ്ടിയും ചെറിയ വണ്ടിയൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഇങ്ങനെ ക്യൂ അടിച്ച് പോകണം. എന്നാലും ഓടിക്കാനും സുഖമില്ല ഇവിടെ കൂടി. 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് 2.5 മണിക്കൂറായാലും എത്തിയില്ല. ആകെ 70 കിലോമീറ്റർ ഉള്ളു ഇവിടെ നിന്നാണ്. അത് ഓടിക്കാനായിട്ട് 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പിടിക്കും. 4 വണ്ടി. എന്താ അവസ്ഥ. നമ്മുടെ ടീം ഇതേ മുമ്പിൽ പോകുന്നുണ്ടോ. 2 ഓവർടേക്ക് കയറി പോകുന്നു. റൗണ്ട് ഉണ്ട്. മിക്കവാറിഞ്ഞത് കടുത്തുരുത്തി കയറ്റത്തിൻ്റെ മുകളിൽ കിട്ടുള്ളൂ. രക്ഷയില്ല. കാലോടത്ത് പറക്കേണ്ട സാധനം. അന്ന് എത്ര മൂട്ടി പിടിച്ചാലും അതിനൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ മൂട്ടി പിടിക്കണത് കാലുവണ്ടിയാണെന്നുള്ള മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാണ്ട് ചവിട്ടി പിടിച്ച് ഓടിക്കും. നമ്മളൊന്ന് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊടി പോലും ഇവന്മാർ കാണൂല. ആരോട് പറയാനാണ്. ഇനിയിപ്പോൾ ആ മറ്റേ അവിടുത്തെ കടുത്തുരുത്തി കയറ്റം കയറുന്ന സമയത്ത് പുറകോട്ട് വലിയ വണ്ടി അപ്പോൾ കയറി പോകാനേ പറ്റുള്ളൂ. വേണ്ട, നമ്മളൊന്ന് കയറ്റി വിടണം. പുറകിലത്തെ ഒരു വണ്ടി നമ്മുടെ മൂട്ടി പിടിച്ചേക്കണമെങ്കിൽ അതൊരു സ്പീഡിൽ വന്ന വണ്ടി അല്ലെങ്കിൽ കാലി വണ്ടിയാണ് എന്നുള്ള ബോധത്തിൽ അതൊന്ന് കയറ്റി വിടുക എന്നുള്ള മൈൻഡ് അതൊന്നുമില്ല. നമ്മുടെയൊക്കെ പുറകിൽ ഏതെങ്കിലും ഒരു വലിയ വണ്ടി വന്നിട്ട് ഹോൺ അടിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് 2-3 പ്രാവശ്യം അവരെ ബാക്കിൽ കണ്ടാൽ അത് കാലി വണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാലും കയറ്റി വിടുക അതിന് നമ്മൾ ഓടോട്ട് വരുമ്പോൾ.
രക്ഷപ്പെട്ടു. മച്ചാൻ കൈ കാണിച്ച് കയറ്റി വിട്ടിട്ടോ. രണ്ട് മൂന്ന് 5-6 കിലോമീറ്റർ വലിച്ചെങ്കിലും അവിടെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ കൈ കാണിച്ച് കയറ്റി വിട്ടു. പോണ ബസ് ഒരു സ്ഥലത്ത് നിർത്തല്ലോ. അടുത്ത സ്റ്റോപ്പിലെങ്കിലും അതിനെ ഓവർടേക്ക് ചെയ്യുക എന്നുള്ള മൈൻഡിൽ ഇങ്ങനെ പുറകെ മൂട്ടി പിടിച്ച് പോണേ. അത് ഒരു സ്റ്റോപ്പിലും നിർത്തണില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അത് പാർട്ടി പരിപാടിക്ക് പോണേ. രക്ഷയില്ല. ഇതിൻ്റെ പുറകെ ഇങ്ങനെ 40 ഓടിച്ച് പോവാ. അത്ര തന്നെ ഓവർടേക്ക് ചെയ്യലും നടക്കൂല. അപ്പോൾ കറക്റ്റ് 3:29 നമ്മൾ എല്ലാവരും നടന്നത് ഇവിടെ കമ്പനിയിലെത്തി. അപ്പോൾ അവിടെ വേറൊരു വണ്ടി അതിൻ്റെ ഉള്ളിൽ ലോഡിങ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. എന്തായാലും 3:29 സാധനം നല്ല കോറക്സ് കമ്പനിയിലെത്തി പുതുപ്പള്ളി. ഗോഡൗണിൻ്റെ ഉള്ളിൽ ഒരു വണ്ടിയിൽ ഓർഡർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ സാധനം അവിടെ പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 6:40 നമ്മുടെ ലോഡിങ് ഒക്കെ കഴിഞ്ഞ് പേപ്പറൊക്കെ തന്നു. ഇനി പിന്നെ എന്തായാലും ഇറക്കലൊന്നും നടക്കില്ല. ഇന്ന് ഫോം 30 ആയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പം നാളത്തേക്കുള്ള പണിയില്ല, മറ്റന്നാൾ പറഞ്ഞാൽ കയറ്റിയാൽ മതി. അപ്പോൾ നാളെ വന്നിട്ട് കയറ്റിയിട്ടാൽ മതി. ഇന്നിപ്പോൾ എന്തായാലും ഇപ്പം എടുക്കണില്ല. രാത്രി ഒരു 8 മണി കഴിഞ്ഞ് ഇവിടെ നിന്ന് എടുത്താൽ സുഖമായിട്ടുണ്ടാവും. എല്ലാവരും അവിടെ ഇട്ടിട്ട് വീട്ടിൽ പോവാം. അതാണ് നല്ലത്. വെറുതെ ബ്ലോക്കിൽ കിടന്ന് ഓടിക്കണമെന്നുള്ളത്. ഇത് പോയാൽ തിരക്കായിരിക്കും റോഡിലൊക്കെ.
അല്ലെങ്കിൽ അത് പോയി നോക്കണം. സമയം 8:22. അപ്പോൾ അതൊക്കെ കമ്പനിയുടെ അകത്ത് വണ്ടി എടുത്ത് പുറത്തേക്ക് പോരാന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഇപ്പോൾ തിരക്കൊക്കെ മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ വല്ല സുഖമായിട്ട് ഓടിച്ച് പോവുക. ഈ സമയത്ത് എല്ലാവരുടെ ഉള്ളിൽ കൊണ്ടിടുക, വീട്ടിലേക്ക് പോവുക. വേറെ പരിപാടിയൊന്നും ഇന്നില്ല. ഇവിടെ ഈ തിരിയണതിൻ്റെ അവിടെ ഇതില്ല. അവിടെ കൊണ്ടുവന്നിട്ടേ ഇമാതിരി കുന്ന് കൂട്ടി വെച്ചേക്കണ. എന്താ അവിടെ ഒരു കുന്ന് കണ്ട? പക്ഷെ എൻ്റെ രാത്രി കൊണ്ട് കാണാൻ പറ്റില്ല. ഇവിടെ ഒരു കുന്നാണ് ഇരിക്കുന്നത്. വണ്ടി കറക്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞ് വരുമ്പോൾ ബാക്കിലെ വീല് കറക്റ്റായിട്ട് അതുമ്മേ കയറും. വണ്ടി ഒടുക്കത്തെ ചരികളായിരിക്കും ചരിക്കണത്. അവിടെ ചരിക്കണത് ആ വളവിൽ കൊണ്ടുവന്നിട്ട് കുന്നു കൂട്ടിയിട്ടേക്കണം. സമ്മതിക്കണം മഴയൊക്കെ. മൊത്തം മണ്ണെല്ലാം കൂടി എടുത്തിട്ട് ഇങ്ങോട്ട് വല്ലതും മാറ്റിയിട്ട് വെച്ചെങ്കിൽ സുഖമല്ല. ഇപ്പം ഇവിടെ നിന്ന് അവിടെ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ അവിടെ നോക്കിയാൽ ഒരു വണ്ടി വരുമ്പോൾ കാണാം. ഇവിടെ ഒരു കുന്നാണ് അടിച്ചിട്ടാണ്. മാക്സിമം റൈറ്റിലോട്ട് മാറ്റിയെടുക്കണം. ഇത്ര ഒന്നും എടുക്കാറില്ല സാധാരണ. മാക്സിമം ഇതുമേലൊക്കെ ഒന്നും മുട്ടാതെ മാക്സിമം എടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ കുന്നേ കയറിയിട്ട് വണ്ടി ശരിക്കും ചരിയും. ഇപ്പോൾ വണ്ടി കുന്നേൽ കറക്റ്റ് കയറിയെന്നും പറഞ്ഞോട്ട് പോകുന്നു. ചരിഞ്ഞ് എന്നാലും നല്ല ചരിവുണ്ടായിരുന്നു. ഇതിൽ ലോഡില്ലാത്തതുകൊണ്ട് വലിയ കലിപ്പില്ല. മറ്റേ നല്ല ലോഡുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ല പറിച്ചു പിടിഞ്ഞു പോകുന്നില്ല. എന്തെങ്കിലും കുടിഞ്ഞു പോകുമ്പോൾ അപ്പോൾ ഓവർടേക്ക് ചെയ്യണോളൂ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ വല്ലാറോടത്തുകൊണ്ടൊന്ന് ഇട്ട കണ്ടെയ്നർ ഇറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വല്ലാറോടത്തിൻ്റെ ഉള്ളിൽ അതിപ്പോൾ ഇറക്കി കിട്ടും. അപ്പോൾ ഒരു വണ്ടി കൂടെ ആ ബാക്കിൽ കിടക്കുന്ന ഒരു വണ്ടി കൂടെ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇറക്കി കിട്ടും. അപ്പോൾ ഇതും കൂടി ഇറക്കിയിട്ട് ഒരു കണ്ടെയ്നർ കയറ്റിയിടണം. ഇന്നത്തെ പണി കഴിയുക. നാളെ ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത്. എന്തായാലും ഭാഗ്യം TC വന്നിട്ട് നമ്മൾ വണ്ടി ഇറക്കാൻ തന്നെ ആദ്യം വന്നത്. കാരണം അവനിപ്പോൾ ഇറക്കിയത് 40 കണ്ടെയ്നർ ആയതുകൊണ്ട് അതിൻ്റെ ഡൂമ് ചെറുതാക്കുന്നതിന് മുമ്പ് തന്നെ 40 തന്നെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഭാഗ്യം കിട്ടും. പെട്ടെന്ന് ഇറക്കി പോവാം. എന്തായാലും ഭാഗ്യം.
കണ്ടെയ്നർ റഷ്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിൽ കാണാം. ഇപ്പോൾ വല്ലാർപാടത്തിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടി പുറത്തു കൊണ്ടുപോയിട്ട് കണ്ടെയ്നർ കയറ്റണം യാടി. അതാണ് ഈ പരിപാടി.